ഹലോ, ക്രിസ്മസ് ഒക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. നമ്മളൊരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ ഐഡിയ എൻ്റെ ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയതും അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എനിക്ക് തന്നതും എൻ്റെ മോളാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അവളെ ഏതായാലും നല്ല ഭംഗിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഏതായാലും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ എല്ലാ കൊല്ലവും 2 പ്ലം കേക്കെങ്കിലും ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടാക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ഞാൻ എല്ലാ വർഷവും ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. എവ്രി ഇയർ ഐ മേക്ക് പ്ലം കേക്ക്സ് ഫോർ ക്രിസ്മസ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. വേണമെങ്കിൽ മേക്ക് എ കേക്ക് എന്നും പറയാം. പക്ഷേ ഇത് ബേക്ക് ചെയ്താണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ബേക്ക് ദ കേക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മളിതിന് പ്ലം കേക്ക് എന്നാണ് പറയുന്നതെങ്കിലും സത്യത്തിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കാറുള്ള ഈ പ്ലം കേക്ക്സ് ഉണ്ടല്ലോ, അതിന് പ്ലംസുമായിട്ട് നേരിട്ട് അങ്ങനെ യാതൊരു ബന്ധവുമില്ല. പ്ലം കേക്ക്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് പ്ലംസ്. അപ്പോൾ ഇവിടെ ഒരു ബന്ധവുമില്ല എന്നുള്ളൊരർത്ഥം കിട്ടാനാണ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ പ്ലം കേക്ക്സിൻ്റെ ശരിക്കുള്ള ആ ഒരു ഹിസ്റ്ററി എടുത്താൽ പണ്ട് പ്ലംസ് ആഡ് ചെയ്യുമായിരുന്നു. പിന്നീട് ഇപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ ഒരു തരം ഡ്രൈഡ് പ്ലംസിനാണ് നമ്മൾ പ്രൂൺസ് എന്ന് പറയുന്നത്, അതും ആഡ് ചെയ്യാറുണ്ട്. എങ്കിലും നമ്മൾ സാധാരണ ഇവിടെ ഉണ്ടാക്കുന്ന പ്ലം കേക്ക്സിന് പ്ലംസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാനപ്പോൾ തൽക്കാലം 2 കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് തൽക്കാലം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ. ഐ എം ഗോയിങ് ടു മേക്ക് 2 കേക്ക്സ് ഫോർ ദ ടൈം ബീയിങ്. തൽക്കാലത്തേക്ക് എന്നൊരർത്ഥം കിട്ടാനാണ് ഫോർ ദ ടൈം ബീയിങ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചേരുവകളുണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്നത് ഇൻഗ്രീഡിയൻസ് എന്നാണ്. അപ്പോൾ വാട്ട് ഓൾ ഡു വി നീഡ് ടു മേക്ക് എ പ്ലം കേക്ക് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചേരുവകൾ ആവശ്യമുണ്ട്, ഇൻഗ്രീഡിയൻസ് വേണം. പക്ഷെ അതിന് മുൻപ് ഈ കേക്കൊക്കെ നമ്മൾ എന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ. അപ്പോൾ നമുക്ക് പലർക്കും വെറുതെ അങ്ങോട്ടത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് എത്ര നാളായി ഞാൻ ഉണ്ടാക്കുന്നതെങ്കിലും എനിക്ക് ആ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ ആ ഒരു പാചകവിധി എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ പാചകവിധിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റെസിപ്പി എന്നാണ്. അപ്പോൾ ഞാൻ പറയും, ഒരു കേക്കൊക്കെ നന്നായിട്ട് വരണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു നല്ല പാചകവിധിയാണെന്ന്. അപ്പോൾ ടു ബിഗിൻ വിത്ത് വി നീഡ് ടു ഹാവ് എ ഗുഡ് റെസിപ്പി. ടു ബിഗിൻ വിത്ത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഈ റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഒരു 30 വർഷമായി ക്രിസ്മസ് കേക്ക്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഒരേ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ഹാവ് ബീൻ ഫോളോവിങ് ദ സെയിം റെസിപ്പി ഫോർ ദ ലാസ്റ്റ് 30 ഇയേഴ്സ്. ഇത്രയും നാളായിട്ട് ഞാൻ ഇങ്ങനെ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഐ ഹാവ് ബീൻ ഫോളോവിങ് ദ സെയിം റെസിപ്പി ഫോർ ദ ലാസ്റ്റ് 30 ഇയേഴ്സ്. കഴിഞ്ഞ 30 വർഷമായിട്ട്. അതിനാണ് ഫോർ ദ ലാസ്റ്റ് 30 ഇയേഴ്സ് എന്ന് പറഞ്ഞത്. ഞാൻ ഉപയോഗിക്കുന്ന റെസിപ്പി അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊന്നും അല്ല കേട്ടോ. അതൊരു സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷേ എല്ലാ തവണയും നന്നായിട്ട് വരാറുണ്ട് കേക്ക്, ദൈവം സഹായിച്ച്. ഇറ്റ്സ് എ സിമ്പിൾ റെസിപ്പി ബട്ട് ഇറ്റ് ടേൺസ് ഔട്ട് വെരി വെൽ. അപ്പോൾ ഇവിടെ ടു ടേൺ ഔട്ട് എന്ന് പറഞ്ഞില്ലേ, ഇറ്റ് ടേൺസ് ഔട്ട് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായി വരാറുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ കേക്കിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം. അതിനു മുൻപ് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ പറയാം. ദി ഇൻഗ്രീഡിയൻസ് ആർ ഫ്ലവർ എന്ന് വെച്ചാൽ മാവ്, ബട്ടർ വെണ്ണ, എഗ്സ്, ഷുഗർ, ചോപ്ഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഗ്രൗണ്ട് സ്പൈസസ്, വെനില എക്സ്ട്രാക്റ്റ് ആൻഡ് ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഇവിടെ ഞാൻ ചോപ്ഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണങ്ങിയ പഴങ്ങളുണ്ടല്ലോ അതെല്ലാം ചോപ്പ് ചെയ്തത്, അരിഞ്ഞത്. പിന്നെ ഗ്രൗണ്ട് സ്പൈസസ്. സ്പൈസസ് എന്ന് വെച്ചാൽ നമുക്കിവിടെ സിനമൺ, നട്ട്മെഗ് അങ്ങനെ കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട്. ഇതെല്ലാം പൊടിച്ചത്. അതിനാണ് നമ്മൾ പൊടിച്ചത് എന്ന അർത്ഥത്തിലാണ് ഗ്രൗണ്ട് സ്പൈസസ് എന്ന് പറഞ്ഞത് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചേരുവകളും റെഡിയാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഓൾ ദ നെസസറി ഇൻഗ്രീഡിയൻസ് റെഡി. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ വെനില എക്സ്ട്രാക്റ്റും അതുപോലെ ബേക്കിംഗ് പൗഡറും ഉണ്ടായിരുന്നില്ല. അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് വാങ്ങേണ്ടി വന്നു. ഐ വാസ് ഔട്ട് ഓഫ് വെനില എക്സ്ട്രാക്റ്റ് ആൻഡ് ബേക്കിംഗ് പൗഡർ, സോ ഐ ഹാഡ് ടു ബൈ ദെം. അപ്പോൾ ടു ബി ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു റൺ ഔട്ട് ഓഫ് എന്ന് പറയില്ലേ, എന്തെങ്കിലും ഒന്ന് തീർന്നു പോയി എന്ന് പറയില്ലേ, ആ അർത്ഥത്തിലാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയാനാണ് ഐ ഹാഡ് ടു ബൈ ദെം. ഇവിടെ അത് വാങ്ങേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഐ ഹാഡ് ടു ബൈ ദെം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ,
ബട്ടർ ആയാലും എഗ്സ് ആയാലും എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്, ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഫ്രിഡ്ജിലായിരിക്കും വെക്കുന്നത് അല്ലേ. അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് അത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. സാധാരണ നമ്മൾ ചുറ്റുപാടുമുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ നോർമൽ ടെമ്പറേച്ചറിലേക്ക് അത് കൊണ്ടുവരണം. അല്ലെങ്കിൽ കേക്ക് നമ്മൾ വിചാരിച്ച പോലെ ശരിയാവില്ല. അപ്പോൾ ഓൾ ഇൻഗ്രീഡിയൻസ് ഷുഡ് ബി അറ്റ് റൂം ടെമ്പറേച്ചർ. ഷുഡ് ബി എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു ടിപ്പ് പോലെ, ഒരു അഡ്വൈസ് പോലെ പറയല്ലേ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഷുഡ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു നീഡ് ടു ടേക്ക് ദെം ഔട്ട് ഓഫ് ദ ഫ്രിഡ്ജ് ആൻഡ് ബ്രിങ് ദെം ടു റൂം ടെമ്പറേച്ചർ. ഫ്രിഡ്ജിലിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് അത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. പിന്നെ നമ്മൾ ഈ ബേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട്, വളരെ കൃത്യം എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. അപ്പോൾ ഓരോ സാധനങ്ങളും നമ്മൾ അളക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ബേക്കിംഗ്, പ്രിസിഷൻ ഇസ് എവ്രിതിങ്. എല്ലാം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിസിഷൻ ഇസ് എവ്രിതിങ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഏതൊരു ഡിഷും നമ്മൾ തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെ കേക്ക് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ കൃത്യമായിട്ട് അളന്ന് അല്ലെങ്കിൽ തൂക്കി എടുത്ത് വയ്ക്കണം. അപ്പോൾ അത് ഞാനത് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. യു ഷുഡ് മെഷർ ഔട്ട് ഓർ വേ ഔട്ട് ദ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിന് വ്യത്യാസം മനസ്സിലായോ? എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അളന്നാണ് എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ടു മെഷർ ഔട്ട് എന്നാണ്. അതിനെ മറിച്ച് തൂക്കം നോക്കി, വെയിറ്റ് നോക്കി എടുക്കുകയാണെങ്കിൽ അതിന് ടു വേ ഔട്ട് സംതിങ് എന്ന് പറയും. അങ്ങനെ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് അളന്ന് തൂക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദി ഇൻഗ്രീഡിയൻസ് ആർ റെഡി. ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ശരിക്കും പറഞ്ഞാൽ എത്ര സമയം എടുക്കുമെന്നറിയോ? ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും റെഡിയാക്കി നമ്മുടെ ആവശ്യത്തിന് വെക്കുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം പിന്നെ ഈസിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അരിഞ്ഞ് വെക്കണം, ചോപ്പ് ചെയ്ത് വെക്കണം എന്ന്. അപ്പോൾ ഐ ഹവ് ചോപ്ഡ് ദ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ടോസ് ദെം ഇൻ എ ലിറ്റിൽ ഫ്ലവർ. ഈ ചോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അരിയുക, മനസ്സിലായല്ലോ. എന്താണ് ഈ ടോസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ഈ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവും, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ അത് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കേക്കിൻ്റെ അടിയിലേക്ക് പോകും. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കേക്കിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകും. അത് വരാതിരിക്കാൻ നമ്മൾ ഈ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിനുള്ളിൽ നിന്ന് കുറച്ച് ഫ്ലവർ എടുത്തിട്ട്, കുറച്ച് മാവ്, ആ പൊടി എടുത്തിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്തിട്ട് നമ്മളൊന്ന് കുടഞ്ഞെടുക്കും. ആ കുടയുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ടു ടോസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഒരിക്കലും കേക്കിൻ്റെ താഴേക്ക് അടിഞ്ഞു പോവില്ല, താഴ്ന്നു പോവില്ല. അതായത് ദിസ് വിൽ പ്രിവെൻറ്റ് ദെം ഫ്രം സിങ്കിങ് ടു ദ ബോട്ടം ഓഫ് ദ കേക്ക്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് താഴേക്ക് അടിഞ്ഞു പോകാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ പ്രിവെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം തടയുക എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ ടു സിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, താഴ്ന്നു പോവുക, മുങ്ങിപ്പോവുക. അപ്പോൾ ഇവിടെ താഴ്ന്നു പോവുക എന്നാണ് അർത്ഥം. പിന്നെ ഇത് കണ്ടല്ലോ, ഈ കേക്ക് നമ്മൾ ഇനി എല്ലാം കൂടെ റെഡിയാക്കാൻ പോകുന്നേ ഉള്ളൂ, ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത്. അതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അവൻ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. നമുക്ക് എത്രയാണോ ടെമ്പറേച്ചർ വേണ്ടത് അതിലേക്കൊന്ന് അവൻ കൊണ്ടുവരണം, അവൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൊണ്ടുവരണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഈ മാവൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ അത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. അല്ലാണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടല്ല പിന്നെ ടിന്നൊക്കെ റെഡിയാക്കാൻ പോകേണ്ടത്. അപ്പോൾ കേക്ക് ടിൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്ക് ടിന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. കേക്ക് ടിൻ എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, കേക്ക് പാൻ അല്ലെങ്കിൽ ബേക്കിംഗ് പാൻ എന്ന് പറയാം. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. I have also prepared the cake pans by greasing them and then lining them with baking paper. മനസ്സിലായോ? ഈ ബേക്കിംഗ് പാൻസിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട്, പാച്ച്മെൻറ്റ് പേപ്പർ എന്നും പറയും, അത് വെച്ചിട്ട് ഞാനൊന്ന് ലൈൻ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതൊന്ന് വെച്ച് കൊടുത്തു. എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ? അല്ലെങ്കിൽ ഈ കേക്ക് ബേക്ക്ഡായി റെഡി ആകുമ്പോഴത്തേക്കും അത് എടുക്കുമ്പോൾ ഈ ടിന്നിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അത് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കേക്ക് ഈ പാനിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതർവൈസ് ദ കേക്ക് വിൽ ഗെറ്റ് സ്റ്റക്ക് ടു ദ ബോട്ടം ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ പാൻ. അപ്പോൾ ഇവിടെ അതർവൈസ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ, അതായത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നർത്ഥം. പിന്നെ ഇവിടെ സ്റ്റക്ക് എന്ന് പറയുന്നത് ഈ ടു സ്റ്റിക്ക് എന്ന് പറയും, അതായത് എന്തിലെങ്കിലും ഒട്ടിപ്പിടിക്കുക. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. ദാറ്റ് വിൽ ഗെറ്റ് സ്റ്റക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ടു സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ എടുത്തു വെക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ, അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഞാനിനി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊരു പ്രോസസ്സാണ് അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഞാനൊന്ന് യോജിപ്പിക്കാൻ പോവാണ്. അതെങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ കമ്പൈൻഡ് ദ ഫ്ലവർ, ദ ഗ്രൗണ്ട് സ്പൈസസ് ആൻഡ് ദ ബേക്കിംഗ് പൗഡർ. ഇതൊക്കെയാണല്ലോ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം ഒന്ന് യോജിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടു കമ്പൈൻ എന്ന് വെച്ചാൽ യോജിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞില്ലേ, ഈ ഒരു പ്രോസസ്സ് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറയുകയാണ്. ഇതിലാദ്യം ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള കണക്റ്റേഴ്സ് ആവശ്യം വരും. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ നെക്സ്റ്റ്, അതുപോലെ അത് കഴിഞ്ഞ്, പിന്നീട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് യൂസ് ചെയ്യുന്നതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ആദ്യം ചെയ്തതെന്ന് കണ്ടല്ലോ. ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ യോജിപ്പിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് വെറുതെ അങ്ങോട്ട് യോജിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് അരിച്ചെടുക്കുക ചെയ്യുന്നത്. ഐ സിഫ്റ്റഡ് ദെം ടുഗെദർ എ കപ്പിൾ ഓഫ് ടൈംസ്. ടു സിഫ്റ്റ് എന്ന് വെച്ചാൽ അരിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് കുറച്ച് തവണ എന്ന് വെച്ചാൽ ഒരുപാട് തവണ എന്നല്ല, 2 or 3 തവണ. ശരിക്കും പറഞ്ഞാൽ കപ്പിൾ എന്ന് വെച്ചാൽ 2 എന്നാണ് അർത്ഥം. ഇവിടെ കപ്പിൾ ഓഫ് ടൈംസ് എന്ന് വെച്ചാൽ കൃത്യം 2 തവണ എന്ന് തന്നെ അർത്ഥം വരുന്നില്ല. 2 or 3 തവണ ഞാനിതൊന്ന് ഒരുമിച്ചൊന്ന് ഇടഞ്ഞു വെച്ചു, അരിച്ചു വെച്ചു. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പ്രോസസ്സ് പറയാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാനെല്ലാം പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞത്. കാരണം ഇപ്പം നിങ്ങൾ സങ്കല്പിക്കൂ, ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് എല്ലാം ഞാനിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാണ് പറഞ്ഞത് കേട്ടോ. അടുത്തതായി, നമ്മൾ നേരത്തെ തണുപ്പ് മാറ്റി വെച്ച നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, അതും ഷുഗറും കൂടെ ഞാനൊരു ബൗളിലേക്ക് വെച്ചു. ഇംഗ്ലീഷിൽ, നെക്സ്റ്റ് ഐ പ്ലേസ്ഡ് ദ സോഫൻഡ് ബട്ടർ ആൻഡ് ഷുഗർ ഇൻ എ ബോൾ. അപ്പോൾ തണുപ്പ് മാറിക്കഴിയുമ്പോൾ ഈ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ, മൃദുവാകുമല്ലോ. അങ്ങനെ സോഫ്റ്റ് ആക്കിയ എന്നർത്ഥം കിട്ടാനാണ് സോഫൻഡ് ബട്ടർ എന്ന് നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്തതായി, അതിനാണ് ഇവിടെ ഞാൻ നെക്സ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ അതൊരു ലിങ്കിങ് വേർഡാണിത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ബോളിലേക്ക് ഇടുകയല്ല, വെക്കുകയാണല്ലോ ചെയ്തത്. ആ ഒരു മീനിങ് കിട്ടാനാണ് നമ്മളിവിടെ ടു പ്ലേസ് എന്ന് പറഞ്ഞത്. ഐ പ്ലേസ്ഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ബോളിലേക്ക് വെക്കുക, അതിനാണ് ടു പ്ലേസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഞാൻ നല്ല മയം വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തു. അപ്പോൾ ഈ ബട്ടറും ഷുഗറും കൂടെയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക, ആ നല്ല ഫ്ലഫി ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്യുക എന്നുള്ളൊരർത്ഥം കിട്ടാൻ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു വാക്കാണ് ടു ക്രീം സംതിങ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താ നോക്കൂ. ഐ ക്രീംഡ് ദം ടുഗെദർ വിത്ത് എ മിക്സർ അൺടിൽ ദ മിക്സ്ചർ ടേൺഡ് പെയിൽ ആൻഡ് ഫ്ലഫി. അപ്പോൾ ഈ ബട്ടറിൻ്റെ ഒരു കളറുണ്ടല്ലോ, ആ കളറൊക്കെ മാറി നല്ലൊരു പെയിൽ കളറാവും. ഇത് നല്ല രീതിയിൽ ഫ്ലഫി ആവുമ്പോൾ, സോഫ്റ്റ് ആവുമ്പോൾ നല്ലൊരു പെയിൽ കളർ വരും. അത്രയും അങ്ങനെ പെയിലാവുന്നവരെ, അത്ര സോഫ്റ്റ് ആകുന്നത് വരെ ഇത് ഞാൻ നന്നായിട്ട് ക്രീം ചെയ്തു, ബീറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? നമുക്കിതിൽ എഗ്സ് ആവശ്യമുണ്ടല്ലോ. ആ എഗ്സിൻ്റെ മഞ്ഞക്കരുവും വെള്ളക്കരുവും തമ്മിലൊന്ന് വേർതിരിക്കണം. വേർതിരിക്കുക എന്നുള്ളതിന് ടു സെപ്പറേറ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എന്താ ചെയ്തേ? ആഫ്റ്റർ ദാറ്റ് ഐ സെപ്പറേറ്റഡ് ദി എഗ് യോക്സ് ഫ്രം ദി എഗ് വൈറ്റ്സ്. അത് കഴിഞ്ഞ് എന്ന അർത്ഥത്തിലാണ് ഞാനിവിടെ ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞത്. എന്നിട്ട് മുട്ടയുടെ മഞ്ഞക്കരു ഓരോന്നായിട്ട് ഞാൻ ഈ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഒപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നതെന്ന് അറിയോ? ഐ ആഡഡ് ദ യോക്സ് 1 at a time to the mixture while beating it thoroughly. അപ്പോൾ 1 at a time, ഓരോന്നായിട്ടാണ് ചേർത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1 at a time എന്നോ 1 by 1 എന്നോ പറയാം. പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, അതിനാണ് thoroughly എന്ന് പറഞ്ഞത്. നന്നായി, വളരെ നന്നായി എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് ആ മാവ് ചേർത്തു. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് വളരെ പതുക്കെ അത് മിക്സ് ചെയ്തു, ഇളക്കി ചേർത്തു. ദെൻ ഐ ആഡഡ് ദ ഫ്ലവർ ആൻഡ് മിക്സ്ഡ് ഇറ്റ് ജെൻറ്റ്ലി വിത്ത് എ സ്പൂൺ. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചേർക്കുന്ന ആ ഒരു ലിങ്കിങ് വേർഡ്സ് കണ്ടല്ലോ. ആഫ്റ്റർ ദാറ്റ്, ദെൻ, ഇവിടെ നമ്മൾ ദെൻ ആണ് യൂസ് ചെയ്തത്. പിന്നെ ഈ മാവിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചോപ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർക്കാനുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇനി പറയുന്നത്. ദ ചോപ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് വർ ഓൾസോ ആഡഡ് ഇൻ. അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർക്കപ്പെട്ടു. ഞാനാണ് ചേർത്തത്, അതിവിടെ ഞാനെന്ന് പറയുന്നില്ല. ദ ഡ്രൈഡ് ചോപ്ഡ് ഫ്രൂട്ട്സ് വർ ഓൾസോ ആഡഡ് ഇൻ എന്ന് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും ഇതിന് മുൻപായിട്ട് ഞാൻ വേറൊരു കാര്യം ചെയ്തിരുന്നു. കുറച്ച് ഷുഗർ ഞാനെടുത്ത് കാരമലൈസ് ചെയ്തിരുന്നു. പഞ്ചസാര കരിക്കുക എന്ന് പറയില്ലേ, അതാണ് സംഭവം.
അപ്പോൾ അത് ഞാനിവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഐ ഹാഡ് ഓൾറെഡി കാരമലൈസ്ഡ് ദ ഷുഗർ. അതായത് അപ്പോഴേക്കും ഞാനത് ചെയ്തിരുന്നു എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തത്. ഓൾറെഡി എന്ന് വെച്ചാൽ അപ്പോഴേക്കും എന്നാണ് അർത്ഥം. അപ്പം ഞാൻ പറഞ്ഞത് കണ്ടോ, ഐ ഹാഡ് ഓൾറെഡി കാരമലൈസ്ഡ് ദ ഷുഗർ. ഈ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, ഈ ഒരു കാരമൽ സിറപ്പ്, ഈ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ വെനില എക്സ്ട്രാക്റ്റ് ചേർക്കണമെന്ന്, അത് രണ്ടും കൂടെ ഞാൻ ഈ ഒരു മാവിൻ്റെ ആ ഒരു മിക്സ്ചറിലേക്ക് ആഡ് ചെയ്തു. ഐ ആഡഡ് ദ കാരമൽ സിറപ്പ് എലോങ് വിത്ത് ദ വെനില എക്സ്ട്രാക്ട് ടു ദ മിക്സ്ചർ. ഈ കേക്കിൻ്റെ മിശ്രിതത്തിലേക്ക് ഈ രണ്ട് സാധനങ്ങളും കൂടെ ഞാൻ ചേർത്തു. പിന്നെ ഓർമ്മയില്ലേ, നമ്മൾ കുറച്ച് എഗ് വൈറ്റ്സ് മാത്രമായിട്ട് മാറ്റി വെച്ചത്. ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് ആ എഗ് വൈറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിലിങ്ങനെ ഫേമായിട്ട്, അതായത് വളരെ സ്റ്റിഫായിട്ട് പീക്സ് പോലെ ഫോംഡ് ആവുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു ബോൾ നമ്മൾ കമിഴ്ത്തി പിടിച്ചാലും അതവിടെ ഫേമായിട്ട് ഇരിക്കുകയുള്ളൂ ആ എഗ് വൈറ്റ്, അത് താഴേക്ക് പോവില്ല. ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആഫ്റ്റർ ദാറ്റ് ഐ വിപ്ഡ് ദി എഗ് വൈറ്റ്സ് ടുഗെദർ അൺടിൽ ഫേം പീക്സ് വർ ഫോംഡ്. അങ്ങനെ ഫേമായിട്ട് ഉറച്ച പോലെയുള്ള ഒരു പീക്സ് ഉണ്ടാകുന്നത് വരെ ഈ എഗ് വൈറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാണ്. ഇതാ നോക്കൂ, ഫൈനലി ഐ ഫോൾഡഡ് ഇൻ ദ ബീറ്റൻ എഗ് വൈറ്റ്സ് ടു ദ മിക്സ്ചർ. ഞാനിവിടെ പറഞ്ഞത് കണ്ടോ ഫൈനലി എന്ന്, അതായത് നമ്മളൊരു കാര്യം പറഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി. ഫൈനലി, അവസാനം. അവിടെ നമ്മളത് കണക്ട് ചെയ്യാൻ കേട്ടോ, അതിന് മുമ്പ് പറഞ്ഞതുമായിട്ട് നമ്മൾ ചേർത്ത് പറയുമ്പോഴാണ് ഈ ഫൈനലി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫൈനലി ഐ ഫോൾഡഡ് ഇൻ എന്ന് പറഞ്ഞത് കണ്ടോ. ടു ഫോൾഡ് ഇൻ എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം മടക്കുക, ഫോൾഡ് ചെയ്യുക എന്നല്ല അർത്ഥം. ഒരു സാധനം വളരെ ജെൻറ്റിലായിട്ട് വളരെ പതിയെ ചേർക്കുക, ആഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ടു ഫോൾഡ് ഇൻ സംതിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ബേക്ക് ചെയ്യാനുള്ള മാവ് റെഡിയായി. ആൻഡ് ദ ബാറ്റർ ഇസ് റെഡി ഫോർ ബേക്കിംഗ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ 2 കേക്കിനുള്ള അളവിനാണ് ഞാനിത് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മാവ് കൃത്യമായിട്ട് 2 പാൻസിലാക്കി ഒഴിക്കണം അല്ലേ. അപ്പോൾ അതാണ് ഞാനിവിടെ പറയുന്നത്. ഐ ഡിവൈഡഡ് ദ ബാറ്റർ ഈവൻലി ആൻഡ് സ്പൂൺഡ് ഇറ്റ് ഇൻ ടു 2 കേക്ക് പാൻസ്. അതായത് ഇത് കൃത്യം 2ആയിട്ട് ഭാഗിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ഈ കേക്ക് പാൻസിലേക്ക് അത് സ്പൂൺ കൊണ്ട് പകർത്തി. അതിനാണ് ഞാനിവിടെ ടു സ്പൂൺ എന്ന് പറയുന്നത്. ഈ സ്പൂൺ ശരിക്കും നമുക്കറിയാമല്ലോ, അതൊരു വസ്തുവിൻ്റെ പേരാണ്, പക്ഷെ അതൊരു വേർബായിട്ടും യൂസ് ചെയ്യാം. എന്തെങ്കിലും സ്പൂൺ കൊണ്ട് പകർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ടു സ്പൂൺ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനത് കേക്ക് പാൻസിലേക്ക് സ്പൂൺ കൊണ്ട് പകർത്തി. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അത് വെറുതെ ഒന്ന് പകരുക തന്നെയാണല്ലേ. സ്പൂൺ കൊണ്ടെടുത്ത് ചെയ്യാനുള്ള ക്ഷമ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ സത്യത്തിൽ ചെയ്തതും അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. കണ്ടോ, ആ ബേക്കിംഗ് പാനിലേക്ക് ആ ബാറ്റർ ഞാൻ പോർ ചെയ്യുകയാണ് ചെയ്തത്, അതായത് പകരുകയാണ് ചെയ്തത്, സ്പൂൺ ചെയ്യുകയല്ല ചെയ്തത്. ജസ്റ്റ് അങ്ങോട്ട് പതുക്കെ അത് ഒഴിച്ചു. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഈ ബാറ്റർ ഇങ്ങനെ പാനിൽ ഒഴിച്ച് വെച്ചല്ലോ, എന്നിട്ട് നമ്മളത് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണം. ആ പാൻ എടുത്തിട്ട് നമ്മുടെ ആ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇത് 2-3 പ്രാവശ്യം ഒന്ന് പതുക്കെ തട്ടണം. എന്തിനങ്ങനെ ചെയ്യുന്നതെന്നറിയോ, ഈ ബാറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോൾസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡോണ്ട് ഫൊർഗെറ്റ് ടു ടാപ്പ് ദ പാൻസ് എ ഫ്യൂ ടൈംസ് ടു റിമൂവ് ദി എയർ ബബിൾസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൻ ഉണ്ടല്ലോ, അത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന അവൻ്റെ നടുക്കുള്ള റാക്കിലേക്ക് നമ്മൾ വെക്കുന്നു. പുട്ട് ദ ബേക്കിംഗ് പാൻ ഇൻ ടു ദ മിഡിൽ റാക്ക് ഓഫ് ദി അവൻ. മിഡിൽ റാക്കിൽ വെക്കുന്നതാണ് എപ്പോഴും സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കരിഞ്ഞു പോവാൻ, അതായത് ബേൺഡായി പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്നിട്ടിത് 1 മണിക്കൂർ നേരത്തേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യുക. ബേക്ക് ഇറ്റ് ഫോർ 1 hour അറ്റ് 180 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇതാണ് കേട്ടോ. നമ്മളിത് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ഗന്ധം വീട് മുഴുവനും അങ്ങോട്ട് നിറയും. ഈ ഭക്ഷണ സാധനങ്ങളുടെ കേക്കിൻ്റെ ഒക്കെ ഉള്ളൊരു ഗന്ധത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കുണ്ട്, എറോമ. Now the entire house will get filled with the aroma of the cake getting baked. പിന്നെ ഈ കേക്ക് ബേക്ക്ഡായി കഴിയുമ്പോൾ ഇത് ശരിക്കും ഉള്ളിൽ വെന്തിട്ടുണ്ടോ ബേക്ക്ഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ടൂത്ത് പിക്ക് എടുത്ത് അതിൻ്റെ നടുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. വൺസ് ദ കേക്ക് ഈസ് ബേക്ക്ഡ്, ഇൻസേർട്ട് എ ടൂത്ത് പിക്ക് ഇൻ ദ സെൻറ്റർ ഓഫ് ദ കേക്ക്. എന്നിട്ട് ഈ ടൂത്ത് പിക്ക് പുറത്തെടുക്കുമ്പോൾ അതിൽ മാവ് ഇരിക്കുന്നില്ലെങ്കിൽ കേക്ക് ബേക്ക്ഡ് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇഫ് ഇറ്റ് കംസ് ഔട്ട് ക്ലീൻ, യുവർ കേക്ക് ഇസ് റെഡി. പക്ഷേ ഇത് നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ചൂട് പോകാൻ വേണ്ടിയിട്ട്, തണുക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ഒരു വയർ റാക്കിൽ വെക്കുന്നത് നല്ലതാണ്. നൗ പ്ലേസ് ഇറ്റ് ഓൺ എ വയർ റാക്ക്
ആൻഡ് ലീവ് ഇറ്റ് ടു കൂൾ കംപ്ലീറ്റ്ലി. കണ്ടോ, പ്ലേസ് ഇറ്റ് ഓൺ എ വയർ റാക്ക്, അതിൽ വെക്കൂ എന്നാണ് പറയുന്നത്, ശരിക്കും തണുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ, ഈ കേക്ക് ഉണ്ടാക്കുന്ന ക്ലാസ് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് സീസൺ വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്.